എന്നെ ഭീഷണിപ്പെടുത്തിയ എന്റെ ഭൂതകാലം അറിയുന്ന ആ അജ്ഞാത വ്യക്തി ആരാണ്? സൂക്ഷിക്കണം. ചിന്നുവിനെ രക്ഷിക്കാൻ മറഞ്ഞു നിൽക്കുന്ന ആ അജ്ഞാത ശത്രു എന്നെ അറിയാവുന്ന, എനിക്കറിയാവുന്ന ഏതോ ഒരാൾ. കണ്ടുപിടിച്ചേ പറ്റൂ. രക്തത്തിന് പകരം രമാദേവിയുടെ സിരകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് വിഷം തന്നെയാണെന്ന് തോന്നുന്നു. ഇത്രയും ശക്തിയുള്ള വിഷം ഉള്ളിൽ ചെന്നിട്ട് പോലും ജീവിച്ചിരിക്കുന്ന കണ്ടില്ലേ? അടിച്ചു കൊന്നാലും ഇത് എളുപ്പത്തിൽ ചാവില്ല. കൊല്ലാൻ കാലം വന്ന കാലനെ കൊന്നു തിന്നുന്ന ഏനോ ഇത്. എന്തു വേണം? അമ്മയൊന്ന് കാണാനാ ഞാൻ വന്നത്. അമ്മയോ? ഏത് വകയിലാ ഞാൻ നിന്റെ അമ്മയാവുന്നത്? നിന്നെ പ്രസവിച്ച വകയിലോ അതോ പോറ്റി വളർത്തിയ വകയിലോ? രണ്ടും ഞാനല്ല. പിന്നെ ഞാൻ എങ്ങനെ നിന്റെ അമ്മയാവും? അമ്മ പിണങ്ങിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. അമ്മയുടെ മൂത്ത മകനായ അർജുന്റെ ഭാര്യയല്ലേ ഞാൻ. അപ്പന്റെ ഭർത്താവിന്റെ അമ്മയെ എനിക്ക് അമ്മയെന്ന് വിളിക്കാലോ? സുഖമില്ലാതെ ജീവിതം മടുത്തു കിടക്കുന്ന ഒരാളെ കൂടുതൽ വെറുപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ നീ? ഞാൻ പോവാം. പക്ഷെ അമ്മ ഒരു കാര്യം ചെയ്തതില് എനിക്ക് നല്ല വിഷമമുണ്ട്. ഇതുവരെ അമ്മ തെറ്റ് ചെയ്തവരാരെയും വെറുതെ വിട്ടിട്ടില്ല. അമ്മയെ വേദനിപ്പിച്ച ഒരാളും അതിന്റെ ശിക്ഷ അനുഭവിക്കാതെ പോയിട്ടുമില്ല. എന്നിട്ടും അമ്മയ്ക്ക് വിഷം തന്ന ആ ചിന്നു ഒന്നും അറിയാത്തവളെ പോലെ അഭിനയിച്ച് ഓടിച്ചാടി നടക്കുന്നുണ്ട്. അമ്മയെ കൊല്ലാൻ നോക്കിയവളല്ലേ ഈ ചിന്നു? അവള് ശിക്ഷിക്കപ്പെടേണ്ടവളല്ലേ അപ്പോ? എന്ത് ധൈര്യത്തിലാ അവള് തരുന്ന ആഹാരം ഈ വീട്ടിലുള്ളവര് കഴിക്കേണ്ടത്? അവൾക്കെതിരെ ഞങ്ങൾ പോലീസിൽ കൊടുത്ത പരാതി അമ്മ എന്തിനാ പിൻവലിച്ചേ? അവളല്ല കൊല്ലാൻ ശ്രമിച്ചെന്ന് അമ്മ എന്തിനാ പോലീസിൽ മൊഴി കൊടുത്തേ? ഐശ്വര്യ, അർജുൻ നിന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കാം എന്ന് കരുതി നീ എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. മകളാണ്, മരുമകളാണെന്ന സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് മേലിലും വരികയും ചെയ്യരുത്. ഇവിടെ എന്നെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കുമില്ല.